ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ് ആൻഡ് ഫുഡ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ഞാൻ ക്ലാസ്സിക് ബോക്സ് ആക്കിയിട്ടുള്ള വീഡിയോയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇതാ നിങ്ങൾ ആ ഒരു പാറ്റേൺ പേപ്പർ എവിടെ നിന്നാണ് വാങ്ങുന്നത്, ഒന്ന് ഷോപ്പിൻ്റെ നെയിം പറയുമോ, ഒക്കെ കുറേ ഒരുപാട് ഇത് ഇൻസ്റ്റയിലാണെങ്കിലും താഴെ കമൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് വാൾപേപ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള വാൾപേപ്പറാണോ വേണ്ടതെന്ന് വെച്ചെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പം ജസ്റ്റ് വാൾപേപ്പർ വിൻറ്റേജ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള നമുക്ക് വാൾപേപ്പർ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് നമുക്ക് ലൈക്കായി എന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈഡിലൊരു 3 ഡോട്ട് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. നമുക്ക് അങ്ങനെ നമ്മുടെ ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം കുറച്ചൊരു വാൾപേപ്പർ നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്ലവർ വാൾപേപ്പർ അങ്ങനെ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും അടിച്ചു കൊടുത്താലും നമുക്ക് ആ ഒരു ടൈപ്പുള്ള വാൾപേപ്പർ അവൈലബിളായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വാൾപേപ്പർ ഞാൻ എങ്ങനെ സേവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആ ഒരു 3 ഡോട്ട് ഉണ്ടല്ലോ, ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡൗൺലോഡ് ഇമേജ് എന്ന് ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതും ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് ക്യൂട്ടായിട്ടുള്ള വാൾപേപ്പേഴ്സൊക്കെ ഇതിലുണ്ട്. അതുമാത്രമല്ല നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സും എല്ലാം ഈ ഒരു ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു ക്രാഫ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ സേവ് ദ ഡേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഫർ ക്ലോത്ത് ആണല്ലോ അധികം യൂസ് ചെയ്യൽ. പക്ഷേ അതിൽ ഇതുപോലെയുള്ള ജസ്റ്റ് ഒരു വാൾപേപ്പറൊക്കെ വെച്ചാൽ സൂപ്പറായിരിക്കും. നമുക്ക് വുഡൻ പീസിൻ്റെ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഒരു വാൾപേപ്പർ വെക്കുന്നതൊന്നും മനസ്സിലാവില്ല. ശരിക്കും നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലേക്കൊന്ന് പോയിട്ടൊന്ന് ജസ്റ്റ് സേവ് ദ ഡേറ്റ് വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ വുഡൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് അടിച്ചാൽ ഒരുപാട് മോഡൽസിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് ലൈക്ക് ആയതെന്ന് വെച്ചെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ടെടുക്കാം.
പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ക്ലാരിറ്റി പോകുന്നു. വലിയ ക്ലാരിറ്റി പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് അതുപോലെ തന്നെ പ്രിൻ്റ് എടുക്കാൻ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ കൊടുത്തിട്ട് A3 സൈസിലൊന്ന് പ്രിൻ്റ് എടുത്ത് തരാൻ പറയാം. അത്രേ ചെയ്യേണ്ടു കേട്ടോ. പിന്നെ കുറേ ആൾ ചോദിക്കുന്നത് എവിടെ നിന്ന് പ്രിൻ്റ് എടുക്കുന്നത്, നമുക്ക് ഫ്രെയിമൊക്കെ ആക്കി തരുന്ന ഷോപ്പിൽ നിന്ന്. അങ്ങനെ ഒരുപാട് ഷോപ്പിൽ നമുക്ക് ചെയ്തു തരും കേട്ടോ. A3 സൈസിൽ നോർമൽ ഫോട്ടോ പ്രിൻ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് കണ്ട നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോം ബോർഡിൽ നമ്മൾ പാറ്റേൺ പേപ്പർ ഉപയോഗിക്കുന്നുണ്ട്. പാറ്റേൺ പേപ്പറിന് ജസ്റ്റ് 10 to 20 റുപ്പീസ് വരുന്നുള്ളൂ. പക്ഷേ ഇത് കുറച്ചൊരു കോസ്റ്റ്ലിയാണ് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും നല്ല അടിപൊളി നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല പാറ്റേൺ പേപ്പറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാൾ നല്ല അടിപൊളി ബോക്സ് ആവുന്നുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇൻസ്റ്റയിലാണെങ്കിലും അല്ലാതെയും ചോദിക്കുന്നതാണ്, നിങ്ങൾ ഈ ഒരു പാറ്റേൺ പേപ്പർ എവിടെ നിന്നാണ് വാങ്ങുന്നത്, അതിൻ്റെ ഓൺലൈനിലാണെങ്കിൽ ലിങ്ക് തരാമോ, ഒരുപാട് റിക്വസ്റ്റ് വന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കാര്യം ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഇത് അറിയുന്നവരും ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരും ഒരുപാടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.